നമസ്തേ. നമസ്തേ. ഉണരൂ കേരളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ കേരളത്തിലെ പാരമ്പര്യമായിട്ടുള്ള ആചാരങ്ങളും പിന്നെ ആരാധനാ രീതികളും ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയിലുള്ള പലർക്കും ക്ഷേത്രങ്ങളുടെ പ്രാധാന്യമോ അല്ലെങ്കിൽ ആചാരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അത് എന്തിനു വേണ്ടി നമ്മൾ ആചരിക്കുന്നു എന്നുള്ളതൊന്നും വ്യക്തമല്ല. അപ്പോൾ ഇന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ആചാരങ്ങളും ക്ഷേത്രങ്ങളെയും കുറിച്ചിട്ട് ഒന്ന് വിവരിക്കാം. നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി ശരീരം തന്നെ ഒരു മനുഷ്യൻ്റെത് ഒരു ക്ഷേത്രമാണ്. അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്? ഇല്ല, ഞാനിപ്പോൾ കേൾക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ശരീരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ശരീരം ഇല്ലെങ്കിൽ മനുഷ്യനുണ്ടോ? ചിന്തയുണ്ടോ? പ്രവർത്തനമുണ്ടോ? ഒന്നുമില്ല. ഇപ്പം ശരീരം ആവുന്ന ഒരു ക്ഷേത്രമാണ്. ആ ശരീരത്തിൻ്റെ പ്രാധാന്യം പണ്ടേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ എല്ലാവരും രാവിലെ ആകുമ്പോൾ ഒന്ന് കുളിക്കും, ശുദ്ധീകരിക്കും. എവിടെ പോകാൻ പറയും കുളിച്ചിട്ട് പോണേ. ആ ഒരു വളരെ നല്ലൊരു ആചാരമാണ്. ബസ്സിൽ കയറിയാൽ എല്ലാവരും കുളിച്ച് ഫ്രഷായിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഈ ഒരു ആചാരം ഇനി എന്ത് രീതിയിലായാലും എല്ലാവരും രാവിലെ കുളിക്കും, ശുദ്ധീകരിക്കും. അതാ പറയുന്നത് ശൗച്യ, പ്യൂരിറ്റി. ഇപ്പം ശരീരത്തിന് വേണ്ടുന്ന ആ ഒരു ശരീരമാവുന്ന ക്ഷേത്രത്തിന് അതിൻ്റെ ജീവൻ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ വയറ്റിന്ന് ഉള്ളപ്പോൾ ഞങ്ങൾ ശ്വാസശ്വാസം, ആഹാരം എല്ലാം അമ്മയുടെ അടുത്ത് നിന്നാണ് കിട്ടുന്നത്, അല്ലേ? ആ കുട്ടി ജനിച്ചാൽ ആദ്യമായിട്ട് ആ കുട്ടി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രപഞ്ച ചൈതന്യം ആവുന്ന ആ ഒരു പ്രാണവായു ശരീരത്തിലേക്ക് കടക്കുകയാണ്. ആ ചൈതന്യമാണ് ആ കുട്ടീനെ ജീവിതകാലം കാത്തു സൂക്ഷിച്ച് ആ ശരീരം പോകുന്നവരെ ആ പ്രാണ ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിന് പ്രാധാന്യമുണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പം ആ ഒരു ചൈതന്യം, ദിവ്യ ചൈതന്യം, അതിന് രൂപമുണ്ടോ? ഇല്ല. ഫോംലെസ് ആണ്, എറ്റേണൽ ആണ്, ഓൾ പെർവേഡിങ് ആണ്. എവിടെ ഇല്ലെങ്കിൽ അവിടെയുണ്ട്. നോവെയർ ബട്ട് എവറിവെയർ. ഓംനി പൊട്ടൻറ്റ്, നല്ല ഫലമുണ്ട്. ഓംനി പ്രസൻറ്റ്, എല്ലായിടത്തും സർവവ്യാപിയാണ്. ആ ചൈതന്യം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഭാഗിക്കാൻ പറ്റാവുന്ന ഒരു ചൈതന്യമാണ്. അതിന് ഞങ്ങൾ പറയുന്നത് ഭഗവാൻ. മനസ്സിലായില്ലേ? അപ്പം ആ ചൈതന്യമാണ് ഒരു ശരീരത്തിൽ ഒരു മനുഷ്യനുള്ളത്. ആ ഒരു ചൈതന്യം ഉള്ളപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കണ്ടേ? അതിന് തുല്യമായ ചൈതന്യം ആവുന്ന ക്ഷേത്രങ്ങൾ പുറത്ത് കെട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യുമ്പം ആണ് ആ ക്ഷേത്ര പരിപാലനം, ക്ഷേത്രം കെട്ടലും, അനവധി ക്ഷേത്രങ്ങൾ കെട്ടിയിട്ടുള്ളതും അതുകൊണ്ടാണ്. അപ്പം പുറമേയുള്ള ക്ഷേത്രം കാണുന്നതല്ല ഇമ്പോർട്ടൻ്റ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ ചൈതന്യമാകുന്ന ശരീരത്തിന് ഒരു ആരൂഢമാണ് ശരീരം. അങ്ങനെയുള്ള അനവധി ആ ഒരു ചൈതന്യം ഉൾക്കൊള്ളാൻ പറ്റുന്ന, അനവധി ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു ചൈതന്യമുള്ള ഒരു സ്ഥലം, ഒരു ആരൂഢമാണ് അമ്പലങ്ങൾ. കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാം.